പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നു. തിങ്കളാഴ്ച കമ്മീഷൻ കോളേജിലെത്തി തെളിവെടുക്കും. സുർജിത് അയ്യപ്പത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. സുർജിത്, മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഏത് രീതിയിലായിരിക്കും? മറ്റു വിശദാംശങ്ങൾ. വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്നിരുന്ന ഒരു കേസാണ് സിദ്ധാർത്ഥന്റെ മരണം. സ്വാഭാവികമായും ഇതിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പൂക്കോട് കോളേജിലേക്ക് എത്തും. തിങ്കളാഴ്ചയാണ് കോളേജിലേക്ക് എത്തുക എന്നുള്ള വിവരമാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കൽപ്പറ്റ ഡിവൈഎസ്പി ഇക്കാര്യം ഡീനിന്റെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം 5 ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ ക്യാമ്പസിൽ തന്നെ തുടരും. ഈ സ്ഥാപനത്തിലെ അധ്യാപകർ, അനധ്യാപകർ എല്ലാവരോടും തന്നെ ഈ ദിവസങ്ങളിൽ ഹാജരാകണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യക്തമായ രീതിയിലുള്ള മൊഴിയെടുപ്പ് ഉണ്ടാകും. ആന്റി റാഗിംഗ് സെല്ലിന് ലഭിച്ച പരാതികളുടെ പരിശോധന ഉണ്ടാകും. അതോടൊപ്പം തന്നെ അവിടുത്തെ ഈ മെസ് ജീവനക്കാർ വരെയുള്ള ആളുകൾ, ഹോസ്റ്റൽ വാർഡൻ, മെസ് ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ, വിദ്യാർത്ഥികൾ എല്ലാവരിൽ നിന്നും ഈ സംഘം, മനുഷ്യാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള സംഘം മൊഴികളും വിശദാംശങ്ങളും ശേഖരിക്കും. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. CBI അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കൂടി ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും ഈ നടപടികൾ സ്വീകരിക്കുന്നത്, ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയ ശേഷം 5 ദിവസത്തിന് ശേഷമാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇവിടെ നിന്നും മടങ്ങുക. ശരി. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നു. സുർജിത് അയ്യപ്പത്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.